കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ശാന്തമായിരുന്ന സിറിയ വീണ്ടും കുരുതിക്കളമായിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി സിറിയയിൽ അതിക്രൂരമായ കൊലപാതകങ്ങളാണ് അരങ്ങേറുന്നത്. ഇവയെല്ലാം തന്നെ പ്രതികാര കൊലകളാണ് എന്നുള്ളതാണ് ഏറ്റവും നടുക്കുന്ന കാര്യം. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ്. പേടിച്ച് വിറങ്ങലിച്ച് വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും ധൈര്യമില്ലാതെയാണ് സിറിയയിലെ ഒരു വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ചും അലവൈറ്റുകൾ 2 ദിവസങ്ങളായി കഴിഞ്ഞുവരുന്നത്. പുറത്താക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബഷർ അസദിന്റെ അനുയായികളും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലാണ് സംഘർഷത്തിലേക്ക് നയിക്കപ്പെട്ടത്. തുടർന്ന് ബഷർ അസദിന്റെ അനുയായികൾക്ക് നേരെ വിമതസൈന്യം ആക്രമണം നടത്തുകയായിരുന്നു. 750-ലേറെ സാധാരണക്കാരാണ് വിവിധയിടങ്ങളിലായി പിടഞ്ഞുവീണ് മരിച്ചത്. സർക്കാർ സുരക്ഷാസേനയിലെ 125 സൈനികരും കൊല്ലപ്പെട്ടു. ബഷർ അസദുമായി ബന്ധമുള്ള സായുധ ഗ്രൂപ്പുകളിലെ 148 പേരും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സിറിയൻ ഭരണാധികാരിയായിരുന്ന ബഷർ അൽ അസദിന്റെ പതനം. വിമത സംഘടന ബഷർ അസദിനെ സ്ഥാനഭ്രഷ്ടനാക്കി അധികാരത്തിലേറുകയായിരുന്നു. വിമത സർക്കാർ അധികാരമേറ്റ് 3 മാസങ്ങൾ മാത്രം ആകുമ്പോഴാണ് ഇപ്പോൾ ബഷർ അസദിന്റെ അനുയായികൾക്ക് നേരെ ക്രൂരമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ലതാക്കിയ പ്രവിശ്യയിലാണ് വലിയ രീതിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി വൈദ്യുതിയോ കുടിവെള്ളമോ ഇല്ലാതെ നരകയാതനയിലാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ. സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യം കണക്കിലെടുത്ത് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ സർക്കാർ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച ജബ്ലയ്ക്ക് സമീപം ഒരു പിടികിട്ടാപ്പുള്ളിയെ കസ്റ്റഡിയിലെടുക്കാൻ സുരക്ഷാസേന ശ്രമിച്ചപ്പോൾ ബഷർ അസദ് അനുയായികൾ പതിയിരുന്ന് ആക്രമണം നടത്തിയതിലൂടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് തുടക്കമായത്. സിറിയയിൽ അസദിനെ അട്ടിമറിക്കാൻ പ്രധാന കാരണമായ ഹയാത്ത് തഹ്രീർ അൽ-ഷാമിന് ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷങ്ങൾ വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. സിറിയയിലെ ന്യൂനപക്ഷ വിഭാഗമായ അലവൈറ്റുകളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണങ്ങൾ നടക്കുന്നതെന്നും സൂചനയുണ്ട്. സുന്നി മുസ്ലിം വിഭാഗം തങ്ങളെ വേട്ടയാടുകയാണ് എന്നാണ് അലവൈറ്റുകൾ പരാതിപ്പെടുന്നതും. ആളുകളെ കൊല്ലുന്നതിനു മുമ്പ് അവരുടെ മതവിഭാഗം സ്ഥിരീകരിക്കുന്നതിനായി അക്രമികൾ അവരുടെ ഐഡികൾ പരിശോധിച്ചിരുന്നതായി സമീപവാസികൾ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് ബെനിയാസ് പട്ടണത്തിലാണെന്നാണ് ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. തെരുവുകളിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്ന നിലയിലാണുള്ളത്. പ്രദേശത്ത് കാവൽ നിൽക്കുന്ന വിമത സൈന്യത്തിലെ തോക്കുധാരികൾ മൃതദേഹങ്ങൾ മാറ്റാൻ പോലും അനുവദിക്കുന്നില്ല എന്നാണ് അലവൈറ്റുകൾ വ്യക്തമാക്കുന്നത്. സിറിയയിൽ വിമത സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ ന്യൂനപക്ഷമായ അലവൈറ്റുകളിൽ വലിയൊരു വിഭാഗം റഷ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് അഭയാർത്ഥികളായി കുടിയേറിയെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ബഷർ അസദ് സർക്കാർ പിന്തുണ നൽകിയിരുന്ന ന്യൂനപക്ഷമായ അലവൈറ്റുകളെ പുതിയ സർക്കാരായ സുന്നി മുസ്ലിം വിഭാഗം ശത്രുക്കളായാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ ബഷർ അസദ് അനുയായികളായ ഒരു സായുധ ഗ്രൂപ്പുമായി സംഘർഷമുണ്ടായപ്പോൾ അതിന്റെ പ്രതികാരമായി അലവൈറ്റുകളെയാണ് വിമത സൈന്യം വേട്ടയാടുന്നത്. അലവൈസത്തെ എന്ന വിശ്വാസരീതി പിന്തുടരുന്ന ഒരു അറബ് വംശീയ വിഭാഗമാണ് അലവൈറ്റുകൾ. 9-ാം നൂറ്റാണ്ടിൽ ആദ്യകാല ഷിയാ വിവാഹത്തിൽ നിന്നും വേർപിരിഞ്ഞ് മറ്റൊരു പ്രത്യേക മതവിഭാഗമായി മാറിയവരാണ് ഇവർ. 9-ാം നൂറ്റാണ്ടിൽ ഇബ്നു നുസൈറാണ് ഈ മതവിഭാഗം സ്ഥാപിച്ചത്. സിറിയൻ ജനസംഖ്യയിൽ 30 ലക്ഷത്തോളം പേരാണ് അലവൈറ്റുകളായുള്ളത്. സിറിയ കൂടാതെ തുർക്കി, ലെബനൻ എന്നിവിടങ്ങളിലും ചെറിയൊരു വിഭാഗം അലവൈറ്റുകളുണ്ട്. സിറിയയിലെ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചു കഴിയുന്ന അലവൈറ്റുകൾക്ക് ബഷർ അസദ് സർക്കാരിൽ നിന്നും വലിയ പിന്തുണ ലഭിച്ചിരുന്നു. നിരവധി സർക്കാർ മേഖലകളിലും സൈന്യത്തിലും ബഷർ അസദ് അലവൈറ്റുകൾക്ക് ജോലി നൽകിയതിൽ കടുത്ത അതൃപ്തിയായിരുന്നു സുന്നി മുസ്ലിം വിഭാഗത്തിന് ഉണ്ടായിരുന്നത്.